റഷ്യ അമേരിക്ക ബന്ധം വഷളാകുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനാണോ കോപ്പ് കൂട്ടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നാണ് ഇപ്പോൾ റഷ്യ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. ട്രംപുമായി ഏതു സമയത്തും ചർച്ചയ്ക്ക് സന്നദ്ധനാണ് എന്ന് പുടിൻ അറിയിച്ചു. ട്രംപുമായുള്ള ചർച്ചയിൽ യുക്രൈൻ യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ചർച്ചകൾക്ക് മുൻ വ്യവസ്ഥകളൊന്നുമില്ല എന്നും എന്നാൽ ഏത് കരാറിലും നിയമാനുസൃതമായി യുക്രൈൻ ഭരണകൂടവും ഉൾപ്പെടുമെന്നും പുടിൻ പറഞ്ഞു. ജനുവരിയിൽ ട്രംപ് അധികാരമേൽക്കാനിരിക്കെയാണ് വാർഷിക സമ്മേളനത്തിൽ പുടിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. വർഷങ്ങളായി താൻ ട്രംപുമായി സംസാരിച്ചിട്ടില്ല എന്നും എന്നാൽ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് എന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിനായി മറുപടിയായി പുടിൻ പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെ ആരുമായും ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണ് എന്നും പുടിൻ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുക്രൈനിലെ യുദ്ധമേഖലകളിൽ റഷ്യയ്ക്കാണ് മേൽക്കൈ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഓഗസ്റ്റിൽ യുക്രൈൻ സൈന്യം പ്രത്യാക്രമണം തുടങ്ങിയ പടിഞ്ഞാറൻ കൂർക്കസ് മേഖല റഷ്യ എന്ന് തിരിച്ചുപിടിക്കുമെന്നും അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപുമായി ഏതെങ്കിലും കൂടിക്കാഴ്ച നടത്താൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പുടിൻ പറഞ്ഞു. ചർച്ചകൾക്കും വിട്ടുവീഴ്ചകളും റഷ്യ തയ്യാറാണ് എന്നും 4.5 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിൽ അമേരിക്കൻ വ്യോമ അതിർത്തിക്ക് സമീപമായി റഷ്യൻ ബോംബാറുകൾ എത്തിയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ റഷ്യ ബോംബാർ വിമാനങ്ങൾ അമേരിക്കയുടെയോ കാനഡയുടെയോ വ്യോമ മേഖലയിൽ പ്രവേശിച്ചിട്ടില്ല എന്നും അലസ്ക വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിൽ റഷ്യ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നും നോർത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ഡിഫൻസ് കമാൻഡർ അറിയിച്ചു. റഷ്യൻ Tu-95MS ബോംബാറുകൾ അമേരിക്കൻ വ്യോമാതിർത്തിക്ക് സമീപം പറക്കുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. Su-35 യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ബോംബാറുകൾ എത്തിയത്. ഈ സംഭവം അമേരിക്കൻ സൈന്യത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. റഷ്യയുടെ സൈനിക ശക്തിയെ പ്രതിരോധിക്കുന്ന Tu-95MS ബോംബാറുകൾ അമേരിക്കയിലെ സുപ്രധാനമായ മേഖലയ്ക്ക് സമീപമാണ് കാണപ്പെട്ടത്. ഇതോടെ അമേരിക്കൻ പ്രതിരോധ സേന ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നിർബന്ധിതരാവുകയാണ്. റഷ്യൻ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ അതിർത്തിയോട് അടുത്തതോടെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘടനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. റഷ്യൻ വിമാനങ്ങളുടെ സാന്നിധ്യം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാകുകയാണ് എന്നതാണ് അടിവരയിടുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ദീർഘദൂര ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള കഴിവുകൾക്ക് പേരുകേട്ടവയാണ് റഷ്യൻ Tu-95MS ബോംബാറുകൾ. ഇവയ്ക്ക് വളരെ ദൂരത്തേക്ക് തന്നെ മിസൈലുകൾ പായിക്കാൻ കഴിയും. റഷ്യയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ US സൈന്യം ജാഗ്രത പുലർത്തുന്നുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായില്ല എങ്കിലും സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയാണ് ഇപ്പോഴും. ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകൾ ഉയർത്തിയ സമീപകാല സൈനിക സംഘർഷങ്ങളുടെ പട്ടികയിലേക്കാണ് ഈ സംഭവം എഴുതി ചേർക്കപ്പെടുന്നതെന്നാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.